ഈ മലബാർ സൈഡിൽ ഉമ്മമാരും ഒക്കെ കുക്ക് ചെയ്യുന്നതും വേറെ ആര് ചെയ്താലും പറ്റില്ല. അല്ലാതെ സത്യമാണ്. ഞാൻ എപ്പോഴും പറയും, ഇന്ന് തിന്നുന്ന ഭക്ഷണം നാളെ കിട്ടുകയില്ല നമുക്ക്. അത് വേറെ പുതിയതായി മാറും. ഇങ്ങനെ മാറി 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 കളിക്കുന്ന ഒരു സ്ഥലം ആ സൈഡ് മാത്രമേ. സ്നാക്കുകളൊക്കെ കുറേ ഉണ്ട്, ഒരുപാട് സ്നാക്സ് ഉണ്ട്. അതായത് ശരിക്കും മുട്ടയും മൈദയും പഴവും തേങ്ങയും പഞ്ചസാരയും ഈ 5 സാധനം വെച്ചിട്ട് 500 സാധനം ഉണ്ടാക്കും. സത്യമായിട്ട് ഞാൻ എപ്പോഴും പറയും, ദൈവം തമ്പുരാൻ അറിഞ്ഞ് ആ അമ്മമാരുടെ കൈകളിൽ ഇങ്ങനെ അറിഞ്ഞ് അനുഗ്രഹം കൊടുത്തിരിക്കുന്ന ഒരു സൈഡാ അത്. അല്ലേ, മലബാറിൽ ഈ പറഞ്ഞ പോലെ ആണുങ്ങൾ നന്നായിട്ട് കുക്ക് ചെയ്യും. കാരണം അതിന്റെ വേറെ കാര്യം, ഇപ്പൊ എന്റെ ഫാദർ ആണെങ്കിലും ഇവരൊക്കെ എങ്ങനെ കുക്കിംഗ് പഠിക്കുന്ന വെച്ച് കഴിഞ്ഞാല് എല്ലാവരും വിദേശത്ത് പോകും, മോസ്റ്റ്ലി ഗൾഫ് കൺട്രീസിലാണ്. അങ്ങനെ അവിടുന്ന് സെൽഫ് കുക്ക് ചെയ്തിട്ട് എല്ലാവരും ഇത് നന്നായിട്ട് പഠിക്കും. ഈ തലശ്ശേരി ദം ബിരിയാണി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കഴിക്കുമല്ലോ. ഈ മലബാർ സൈഡിൽ വെക്കുന്ന ബിരിയാണിയുടെ ടേസ്റ്റ് ഇന്ന് ട്രിവാൻഡ്രത്ത് വെക്കുവോ അല്ലെങ്കിൽ കൊച്ചിയിൽ വെക്കുവോ ചെയ്താൽ ടേസ്റ്റ് കിട്ടുകയില്ല. നിങ്ങൾക്ക് എവിടെ എന്തോ ഒരു സീക്രട്ട് ഉണ്ട്, ഞങ്ങളുടെ ആരീസ് കിച്ചണിൽ മാത്രം പറഞ്ഞു തരുമോ? സത്യമായിട്ടും ആ ചോറിന് പോലും ഒരു ഫ്ലേവർ ഉണ്ട്. അപ്പൊ ഒരു പ്രാവശ്യം ഞാൻ ധ്യാനോട് ചോദിച്ചു, ധ്യാൻ ഒരു നല്ല കുക്കാട്ടോ, ധ്യാൻ ഭയങ്കരമായിട്ട് ബിരിയാണി ചെയ്യും. അപ്പൊ ഞാൻ ധ്യാനോട് ഇങ്ങനെ ചോദിച്ചു, മോനെ അവർക്കൊരു ഫ്ലേവർ ഉണ്ട്, അത് എന്നതാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കണം. അതാ ചേച്ചി, അവിടെ ഒരു ഫ്ലേവർ ഉണ്ട്. ശരി, ആ സൈഡില് പ്രോപ്പർ ദമ്മാണ്, ചോറിന് വരുന്ന ഒരു ഫ്ലേവർ ഉണ്ട്. അത് ഞാൻ അപ്പൊ ധ്യാനോട് ചേച്ചി അരിയുടെ കൈമാ റൈസ് ഓക്കെ. പക്ഷെ ധ്യാൻ പറയുന്നറിയോ, ചേച്ചി നമ്മൾ വിചാരിച്ച ഇനി എത്ര ഫിൽട്ടർ ചെയ്ത് ചെന്നിട്ട് കാര്യമൊന്നുമില്ല, ഇവരിടുന്ന മസാലയ്ക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. അത് സത്യമാണ്. അതൊരു സീക്രട്ട് ആണ് ആ മലബാർ സൈഡിൽ. ഒന്ന് ചോദിക്കണേ ഉമ്മച്ചിയോട്, ഞാൻ ചോദിച്ചു എന്ന് പറയണം. അപ്പൊ ചിലപ്പോ ഉമ്മച്ചി അപ്പൊ ഉമ്മച്ചിയോട് മാത്രം ചോദിച്ചാൽ മതി. ഉമ്മച്ചി ചേച്ചി ഇങ്ങനെ ചോദിച്ചു, ആ സീക്രട്ട് എന്നാന്നൊന്ന് പറഞ്ഞാൽ ചേച്ചി ഒന്ന് വിളിച്ചു പറഞ്ഞാൽ ഞാൻ ബിരിയാണി ചെയ്ത് കുറച്ച് റെസിപ്പീസ് അയച്ചുതരാം, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ഓക്കെ, അപ്പൊ ഗസ്റ്റ് വരുമ്പോ ഞങ്ങൾ ട്രൈ ചെയ്ത് കൊടുക്കട്ടെ. എന്നാ പിന്നെ ഇവിടെ വന്നപ്പോ ഞങ്ങൾക്ക് ഒരു നല്ല ബിരിയാണി ചെയ്യാൻ പറ്റും. ബിരിയാണി ഉണ്ടാക്കാൻ എത്ര പണിയെടുക്കണം. ഞാൻ എന്നാ പറയാനാ. അല്ല, ചേച്ചി ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ എനിക്ക് ചേച്ചി ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് പറയാലോ, ചേച്ചി ഉണ്ടാക്കിയ ഭക്ഷണം ഞാൻ കഴിച്ചിട്ടുണ്ടെന്ന് പറയാലോ. അത് സത്യം. ചേച്ചി ഉണ്ടാക്കിയ ഭക്ഷണം ഞങ്ങൾ ഇപ്പഴേ പറഞ്ഞു വെച്ചേക്കാം. അടുത്തോടെ നമുക്ക് വീഡിയോ വേണമെന്നൊന്നുമില്ല, നമുക്ക് ഒരു ദിവസം ബിരിയാണി ഉണ്ടാക്കാം. ഒരു കാര്യം ചെയ്യണം, ഞങ്ങളുടെ ഉമ്മച്ചി അത് കൊണ്ടുവരാവോ ഞങ്ങളുടെ ആനീസ് കിച്ചണിൽ? അത് നമുക്ക് നോക്കാം. അതാ ഉമ്മച്ചി ഞങ്ങളെ പഠിപ്പിക്കട്ടെ. ഉമ്മ എടുത്തോളും, ഉമ്മ അടിപൊളി ബിരിയാണി ഉണ്ടാക്കും. സാബുന് ഈ ഒരൊറ്റ എപ്പിസോഡ് കൊണ്ട് സാബുന്റെ വിശേഷങ്ങൾ ഇവിടെ തീരാൻ പോകുന്നില്ല. ഇനി ഒരു പ്രാവശ്യം കൂടി കാണേണ്ടി വരും. ഉറപ്പായിട്ടും വരും. Annie's Kitchen. Let's cook with love.